ഹായ് ഓൾ, വെൽക്കം ടു മെൻറ്റർമെൻറ്റ്സ്. നമുക്ക് ഇന്ന് ക്ലാസ് 8 CBSEയിലെ ലൈറ്റ് മിറേഴ്സ് ആൻഡ് ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ഈ ഒരു ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻസിൽ വരുന്ന കൺസെപ്റ്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ലൈറ്റ്? ലൈറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു എനർജി ഫോം ആണ് അല്ലേ? ഫോം ഓഫ് എനർജി ആണ് വിച്ച് ഇനാബിൾസ് us ടു സീ ഒബ്ജക്ട്സ്. നമ്മൾക്ക് ഓരോ വസ്തുക്കൾ ഓരോ ഒബ്ജക്ട്സ് കാണുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ സഹായിക്കുന്ന ഒരു എനർജീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൈറ്റ് എനർജി എന്ന് വിളിക്കാം. ലൈറ്റ് എന്ന് വിളിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? എന്താണ് റിഫ്ലക്ഷൻ? അതായത് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിൽ ഇങ്ങനെ വന്ന് വീഴുന്നു, എന്നിട്ട് ആ സർഫസിൽ തട്ടി തിരിച്ചിങ്ങനെ പോകുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ പോകുന്നതിനെയാണ് എന്ത് വിളിക്കുക? ബൗൺസിങ് ബാക്ക് ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കാം. അപ്പം ആ ഒരു സർഫസ്, സ്മൂത്ത് സർഫസ് വന്ന് വീഴുന്ന, ലൈറ്റ് വന്ന് വീഴുന്ന ആ സ്മൂത്ത് സർഫസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മിറർ എന്ന് പറയാം അല്ലേ? ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ആവുന്നു, അത് തിരിച്ച് റിഫ്ലക്റ്റ് ആയി പോകുന്നു. ഇനി സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൽ 2 ലോ ആണ് വരുന്നത്. അപ്പം അത് പറയുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മിറർ ആണ്. ഇതിലേക്ക് ഒരു ലൈറ്റ് റേ കണ്ടോ ഇങ്ങനെ വന്ന് ഇൻസിഡന്റ് ആവുന്നു. അപ്പോൾ ആ വന്ന് വീഴുന്ന ലൈറ്റിനെ നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. പിന്നെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓഫ് കോഴ്സ് ഈ ലൈറ്റ് റേ തിരിച്ച് റിഫ്ലക്റ്റ് ആയി പോകും അല്ലേ? ഈ തിരിച്ചു പോകുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് വിളിക്കും. നമ്മൾ നടുക്ക് കൂടി ഒരു നോർമൽ, ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു നോർമൽ ലൈൻ വരയ്ക്കുവാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നോർമലും ഇൻസിഡന്റ് റേയുടെയും ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നും, ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയുടെ ഇടയിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇത് ലോസ് പഠിക്കുന്നതിന് മുന്നേ ഒരു ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്, സെൻട്രൽ ഒരു നോർമൽ ഉണ്ട്. നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേയുടെ ഇടയിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേയുടെ ഇടയിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ നമുക്ക് ലോസ് പഠിക്കാം. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസിഡന്റ് റേയും ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും ഇത് മൂന്നും ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഇത് രണ്ടുമാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഇസ് എ പ്ലെയിൻ മിറർ? എന്താണ് ഒരു പ്ലെയിൻ മിറർ എന്നാണ് ക്വസ്റ്റ്യൻ. ആ പ്ലെയിൻ മിറർ ഇസ് എ ഫ്ലാറ്റ് ആൻഡ് സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ്. അതായത് ഒരു പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ ലൈറ്റ് വന്ന് തട്ടി റിഫ്ലക്റ്റ് ആവുന്ന സർഫസ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? വളരെ പ്ലെയിൻ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. അതായത് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, ആ മിററൊക്കെ എന്താണ്? പ്ലെയിൻ മിററിന് എക്സാമ്പിൾ ആണ്. കാരണം അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ആ ഒരു മിററിൽ കിട്ടുന്ന നമുക്ക് നമ്മുടെ ഇമേജ് നമ്മൾ കാണും അല്ലേ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇമേജ് വിർച്വൽ ആണ്. വിർച്വൽ ഇമേജ് എന്താണെന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇമേജ് വിർച്വൽ ആണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും അല്ലേ? നമ്മൾ തലകുത്തനെയാണോ കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത്? അല്ല, സ്ട്രെയിറ്റ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈസിൽ തന്നെ അല്ലേ, സെയിം സൈസ് തന്നെ ആയിരിക്കും. എനിക്ക് എത്ര പൊക്കമുണ്ടോ അത്ര ആ ഒരു സൈസ് തന്നെ ആയിരിക്കും ഞാൻ കണ്ണാടി നോക്കുമ്പോഴും കാണാം. അല്ലാണ്ട് കൂടിയും കുറഞ്ഞൊന്നും ഇരിക്കൂല അല്ലേ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇമേജ് ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. ലാറ്ററൽ ഇൻവേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലത് കൈ, ഇപ്പം നമ്മൾ കൈ പൊക്കുവാണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ പോയി വലത് കൈ പൊക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്തായിരിക്കും കാണാൻ കണ്ണാടിയിൽ? ഇടത് കൈ പൊക്കുന്നതായിട്ടായിരിക്കും അല്ലേ? അപ്പം അതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. റൈറ്റ് സൈഡ് അപ്പിയേഴ്സ് ടു ബി ലെഫ്റ്റ്, അങ്ങനെ ആ ഒരു ഇൻവേർട്ടഡ് ആയിട്ട് കാണുന്നതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുക. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. നമ്മൾ 5 മീറ്റർ ആണ് വിട്ടിട്ടാണ് കണ്ണാടിയിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് കിട്ടുന്നതും 5 മീറ്റർ വിട്ടിട്ടായിരിക്കും. മനസ്സിലായോ? ആ ഗ്യാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലെയിൻ മിററിന്റെ.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലാറ്ററൽ ഇൻവേഷൻ? അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ, phenomenon in which the left side of an object appears right in the image and vice versa is called lateral inversion. Why are the letters on ambulance written in mirror image? നമ്മൾ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ആംബുലൻസിന് നേരെയാണോ എഴുതുക? അല്ല അല്ലേ, തല തിരിച്ചാണ് എഴുതുന്നത്. അത് എന്തിനാണെന്നുള്ളതാണ്. So that drivers see the word correctly in their rear view mirror and give way quickly. ആംബുലൻസിൽ പേഷ്യൻസുമായിട്ടൊക്കെ തിരക്കിട്ട് പോവായിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, അതിന് മുന്നേ പോകുന്ന ഡ്രൈവേഴ്സിന് അവരുടെ റിയർ വ്യൂ മിറർ, അവരുടെ വണ്ടിയിലുള്ള കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്ത് കാണണം? നേരെ എഴുതിയിരിക്കുന്നത് കറക്റ്റായിട്ട് വേഗത്തിൽ ആംബുലൻസ് എന്നുള്ളത് വായിക്കണം അല്ലേ. നമ്മൾ സാധാരണ രീതിയിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇത് തല കുത്തനെയായിട്ടായിരിക്കും ഉണ്ടാവാം. പക്ഷെ ഓൾറെഡി നമ്മൾ തല കുത്തനെ എഴുതി വെച്ചുകൊണ്ട് എന്ത് പറ്റും? നമുക്ക് കറക്റ്റായിട്ട് ആംബുലൻസ് നേരെ എഴുതണ പോലെ കാണിക്കും കണ്ണാടിയിൽ. ഓക്കെ, എന്നാൽ ലാറ്ററൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവേഴ്സിന് സുഖമായിട്ട് വേഗം വഴി മാറി കൊടുക്കാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. അത് ഡിഫൈൻ പോൾ, സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ പോയിന്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഞാനിവിടെ ഒരു ഇമേജ് കാണിച്ചു തരാം. അതായത് ഇപ്പൊ നമ്മൾ ഇതൊരു സർക്കിളിന്റെ ഇതൊരു മിററാണേ, കണ്ടോ, ഇതൊരു മിററാണ്. അപ്പൊ ഈ മിറർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ മിററിന്റെ ഈ ബാക്കി ഭാഗം നമ്മൾ ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായിട്ടുണ്ടാവും? ഇത് ഇങ്ങനെ വരച്ചാൽ ഒരു സർക്കിൾ പോലെ ഉണ്ടാവും അല്ലേ. അപ്പൊ സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഇങ്ങനെ നമ്മൾ വലുതാക്കി വരയ്ക്കുവാണെങ്കിൽ ആ സർക്കിളിന് ഒരു സെന്റർ പോർഷൻ ഉണ്ടാവില്ലേ, ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? സെന്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സി എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു മിറർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സർക്കിളിന്റെ സെന്ററിനെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. പിന്നെ ഈ നീളത്തിൽ വരയ്ക്കുന്ന ഈ ലൈനിനൊക്കെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ലൈൻ, ഈ നീളത്തിൽ വന്ന് വീഴുന്ന ലൈൻ ഈ സെന്റർ ഓഫ് ദ മിററിന്റെ സെന്ററിൽ ടച്ച് ചെയ്യും. ഈ പോയിന്റിനെയാണ് നമ്മൾ പി അല്ലെങ്കിൽ പോൾ എന്ന് വിളിക്കാം, റെപ്രസെന്റഡ് ബൈ ലെറ്റർ പി. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്കസ് എന്താണെന്നുള്ളതാണ്. അത് നമ്മൾ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് റേസ് വന്ന് ഇങ്ങനെ മിററിൽ വന്ന് തട്ടുന്നു, തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ആവും അല്ലെ, ബൗൺസ് ബാക്ക് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ച് ഈ എല്ലാ റേസും വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോക്കസ് അല്ലെങ്കിൽ എഫ് എന്ന് വിളിക്കുക. കണ്ടോ, ഈ മൂന്ന് കാര്യങ്ങൾ, സിയും പിയും എന്താണ്, എഫ് എന്താണ്, ഇത് മൂന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 40 ഡിഗ്രി വാട്ട് ഇസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരും കേട്ടോ. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം, നമുക്ക് തന്നിട്ടുണ്ട് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, നോർമലിന്റെയും ഇൻസിഡന്റ് റേന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. ഇത് നമുക്ക് 40 തന്നിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചു, ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി സീ ഒബ്ജക്ട്സ് ഈവൻ വെൻ ദേ ആർ നോട്ട് ലൂമിനസ്? ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് അധികം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നത്? ബിക്കോസ് എന്താണ്, ലൈറ്റ് ഫ്രം എ ലൂമിനസ് ഒബ്ജക്ട് ഫാൾസ് ഓൺ ദം ആൻഡ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ഇൻ ടു അവർ ഐസ്. ഓക്കെ, നമ്മൾക്ക് ഒരു ലൈറ്റ് നേരെ ആ ഒബ്ജക്റ്റ് സ്വയം ലൂമിനസ് അല്ലെങ്കിൽ പോലും ഒരു ലൈറ്റ് ആ ഒബ്ജക്റ്റിൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ആയിട്ട് നേരെ നമ്മുടെ കണ്ണിലോട്ടാണ് വന്ന് വീഴുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒബ്ജക്ട്സിനെ കാണാൻ പറ്റുന്നത്. സ്വന്തമായിട്ട് ആ ഒബ്ജക്ട്സ് ഒന്നും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്കതൊക്കെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ഫിറിക്കൽ മിറർ? നമ്മൾ പ്ലെയിൻ മിറർ പറഞ്ഞു അല്ലേ, റിഫ്ലക്റ്റിംഗ് സർഫസ് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ പ്ലെയിൻ മിറർ എന്ന് പറയുന്നു പറഞ്ഞു. ഇനി നമ്മൾ സ്ഫിറിക്കൽ മിറർ ആണെങ്കിൽ എന്താണ്, അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്തായിരിക്കും? സ്ഫിറിക്കൽ ഷേപ്പിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ടൈപ്സ് ഓഫ് സ്ഫിറിക്കൽ മിറേഴ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് സ്ഫിറിക്കൽ മിറേഴ്സിന്റെ 2 ടൈപ്പാണ്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പൊ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇമേജ് കേട്ടോ, നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഈ ഇമേജ് ആണ്. കണ്ടോ, അതായത് ഈ കാണുന്നതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ഈ ഒരു നമ്മൾ ഗ്രേ കളറിൽ കാണുന്നതാണ് നോൺ റിഫ്ലക്റ്റിംഗ്, ഈ ഭാഗം ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല, കോട്ടിങ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് കോൺകേവ് മിററിന്റെ. കോൺകേവ് മിററിന്റെ പ്രത്യേകത എന്താ? റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഇൻവേർഡ്, ഉള്ളിലേക്കാണ് അല്ലേ കർവ് ചെയ്തിരിക്കണം, റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലോട്ട് കർവ് ചെയ്തിരിക്കണം, അതിനെയാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്.
കോൺവെക്സ് മിറർ ആണെങ്കിലോ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ് ചെയ്തിരിക്കണം കേട്ടോ, പുറത്തേക്കാണ്. പിന്നെ എപ്പോഴും കോൺകേവ് മിറർ ആണെന്നുണ്ടെങ്കിൽ ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ് ഇമേജ്, നേരെയുള്ള ഇമേജോ അല്ലെങ്കിൽ തലകുത്തനെയുള്ള ഇമേജോ കോൺകേവ് മിററിന് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ കോൺവെക്സ് മിറർ ആണെങ്കിൽ എപ്പോഴും നേരെയുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഓൾവേസ് ഫോംസ് എറക്റ്റ് ഇമേജ്. ഇത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺകേവ് മിറർ നമ്മൾ അടുപ്പിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുക കോൺകേവ് മിററിൽ ലാർജ്, വളരെ വലിയ സൈസിലുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. കേവ് വലുതല്ലേ, അങ്ങനെ ഓർത്തോ, നമ്മള് കേവ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, വലുതല്ലേ. അപ്പം എന്താണ്, ലാർജ് ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. പിന്നെ കോൺവെക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഓൾവേസ് ഫോംസ് ആൻഡ് ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്, കുറച്ചുകൂടി നമുക്ക് ചെറിയ ഇമേജ് ആയിരിക്കും കോൺവെക്സിൽ കിട്ടുന്നുണ്ടാവാം. ക്ലിയർ? ഇത് എന്തായാലും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും കോൺകേവും കോൺവെക്സും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ? റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടികളിലൊക്കെ കാണുന്ന ഉണ്ടോ, ഈ മിറർ ആയിട്ട് നമ്മൾ ഏത് ആയിരിക്കും യൂസ് ചെയ്യണേ എന്നുള്ളതാണ് ചോദിച്ചത്. ഏത് മിറർ ആയിരിക്കും, കോൺകേവ് ആയിരിക്കും കോൺവെക്സ് ആയിരിക്കും? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, കേവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇമേജ് ആയിരിക്കണം അടുത്ത് വരുമ്പോൾ. അടുത്താണ് ഒബ്ജക്റ്റ് നമ്മൾ വെക്കണേന്നുണ്ടെങ്കിൽ എന്താണ്, ഒബ്ജക്റ്റ് നല്ല ലാർജ് കേവ് ആയിട്ട് കിട്ടണം അല്ലേ. അപ്പം എന്തായാലും വാഹനങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര വലുതായിട്ടല്ല നമ്മൾ കണ്ണാടി കൂടി നോക്കിയാൽ കാണാം, ചെറുതായിട്ട് കിട്ടണം അല്ലേ. അപ്പം അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മിറർ യൂസ് ചെയ്യണം, കോൺവെക്സ് മിറർ യൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലേ എപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും, കൂടാണ്ട് എറക്റ്റ് ആയിരിക്കും. തല കുത്തനെ നമുക്ക് വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് കാര്യമുണ്ടോ, ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ. നമുക്ക് നേരെ തന്നെ കാണണം പുറകിൽ വരുന്ന വണ്ടി. അപ്പം അങ്ങനെ ചെറിയ സൈസിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൂടാണ്ട് വൈഡർ വ്യൂ, കൂടുതൽ ഏരിയ നമുക്ക് കിട്ടണം അല്ലേ. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കോൺവെക്സ് മിറർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഷേവിങ് മിറർ ആയിട്ട് നമ്മൾ ഏത് മിറർ യൂസ് ചെയ്യും? നമുക്ക് ഷേവ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ഈ മുടിയൊക്കെ കാണണമല്ലേ. അപ്പം അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, വലുതാക്കി കാണണം, എൻലാർജ് ചെയ്ത് കാണണം. അപ്പം എന്ത് മിറർ ആയിരിക്കും, കോൺകേവ് മിറർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ അവിടെ കണ്ടോ ഷേവിങ് മിറർ, നമ്മൾക്ക് മേക്കപ്പ് ചെയ്യാനുള്ള മിറർ, പിന്നെ ഡെന്റിസ്റ്റിനൊക്കെ ഇങ്ങനെ മിറർ ഇങ്ങനെ അടുത്ത് പല്ലിന്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ എന്താണ്, ലാർജ് ആയിട്ട് നല്ല വ്യൂ കിട്ടണം അല്ലേ. അപ്പം അതും എന്തായിരിക്കും, കോൺകേവ് മിറർ ആണ്. അതുപോലെ തന്നെ ടോർച്ചസിലും ബീം ലൈറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് ആണ്. പിന്നെ സോളാർ ഫർണസസിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതും കോൺകേവ് മിറർ ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് വരുന്നുണ്ട്, ഞാൻ അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി വൈ ഈസ് എ കോൺവെക്സ് മിറർ യൂസ്ഡ് ഇൻ എ റിയർ വ്യൂ മിറർ? ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്, ഇറക്റ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടും, ഡിമിനിഷ്ഡ് ഇമേജ് കിട്ടും, ചെറുതാക്കിയാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, കൂടുതൽ ദൂരം നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഏരിയ കവറായി കിട്ടും. ഇനി വാട്ട് ടൈപ്പ് ഓഫ് ഇമേജസ് ഈസ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ? ഒരു കോൺകേവ് മിറർ വെച്ചിട്ട് ഉണ്ടോ, ഈ ഒരു മിറർ വെച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ഇമേജ് ആണ് കിട്ടുന്നത് എന്നുള്ളത്. ഇറ്റ് ക്യാൻ ബി റിയൽ ഓർ വിർച്വൽ, റിയൽ ഇമേജും ആവാം വിർച്വൽ ഇമേജും ആവാം. പിന്നെ ഇറക്റ്റും ആവാം ഇൻവേർട്ടഡും ആവാം, തലകുത്തനെ തിരിച്ചും നേരെയും കിട്ടും. പിന്നെ സൈസ് എന്ന് പറയുന്നത് ക്യാൻ ബി മാഗ്നിഫൈഡ്, ഡിമിനിഷ്ഡ് ഓർ സെയിം സൈസ്. നമ്മൾ ഏറ്റവും അടുത്ത് വെക്കുവാണെങ്കിൽ വളരെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കോൺകേവിൽ കിട്ടുക. ദൂരത്തോട്ട് മാറുന്ന അനുസരിച്ച് നമുക്ക് സൈസ് വേരി ചെയ്ത് കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ലെൻസസ് ആണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പാരന്റ് മെറ്റീരിയൽ ബൗണ്ട് ബൈ ടു കർവ്ഡ് സർഫസ്. ഓക്കെ, ട്രാൻസ്പാരന്റ് ആയിരിക്കും ലെൻസ് എന്ന് പറയുമ്പോൾ. അത് അവിടുത്തെ നേരത്തെ പഠിച്ച പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ലെൻസ് ആണ് നമുക്കുള്ളത്. എന്താണ്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് ഇങ്ങനെ കണ്ടോ, ഈ ഷേപ്പാണ് കോൺവെക്സ് ലെൻസിന് ഉണ്ടാവുക. അതായത് സെന്റർ ഭാഗം തിക്കർ ആയിട്ടുണ്ടാവും, അറ്റങ്ങൾ എന്തായിരിക്കും, തിന്നർ ആയിരിക്കും. ഈ ഒരു ഷേപ്പ് അല്ലേ, നമ്മുടെ ഈ ഒരു ഷേപ്പ് കണ്ണിന്റെ ഒക്കെ പോലെ ഇരിക്കണം അല്ലേ. അടുത്തത് കോൺകേവ് ആണെങ്കിൽ എന്താണ്, നല്ല നടുഭാഗം ഇങ്ങനെ സ്ലിം ആയിട്ടുണ്ടാവും, പുറത്തേക്ക് തള്ളിയിരിക്കും അല്ലേ. അപ്പൊ എന്താണ്, തിന്നർ അറ്റ് ദ സെന്റർ ആൻഡ് തിക്കർ അറ്റ് ദ എഡ്ജസ് ആണ് കോൺകേവ്. നിങ്ങൾ മാറിപ്പോരുത് കേട്ടോ. അപ്പൊ നോക്ക്, കോൺവെക്സ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. ഇങ്ങനെ മുട്ടുന്നതിനാണ്, ഇങ്ങനെ ജോയിൻ ആവുന്നതിനാണ് എന്ത് വിളിക്കുക, കൺവെർജ് ചെയ്യാന്ന് വിളിക്കാം. ഓക്കെ, കൺവെർജിങ് ലെൻസസ് ആണ് കോൺവെക്സ് ലെൻസ്.
ഓർത്തിരുന്നോ, കൺവെർജ് ചെയ്യാം. ഇനി ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് സ്കാറ്റർ ആയിട്ട് ഇങ്ങനെ ഡൈവേർജ് ആയി പോകും. ഇതിനാണ് അപ്പം ഡൈവേർജ് ആയി പോകുന്നുണ്ട്. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജിങ് ലെൻസ് ആണ്. ഇനി അത് മിററിന്റെ കേസിൽ നേരെ തിരിയും. കോൺകേവ് മിറേഴ്സ് ആണ് കൺവെർജ് ചെയ്യുക. അതിലിപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോ, രണ്ടും കൂടി തിരിഞ്ഞു പോകണ്ട. ഓക്കെ, കോൺവെക്സ് ലെൻസ് വേണമെങ്കിൽ പഠിച്ചോ. ലെൻസിൽ കോൺവെക്സ് ആണ് കൺവെർജ് ചെയ്യുക, മിററിൽ കോൺകേവ് ആണ് കൺവെർജ് ചെയ്യുക. എവിടെയെങ്കിലും എഴുതി വെക്കട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ നോട്ട്സിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി എടുത്താൽ മതി കേട്ടോ അന്നേരം. ഓ, അടുത്തത് ഇമേജ് ഫോംഡ് ബൈ കോൺവെക്സ് ലെൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇമേജ് എന്ന് പറയുമ്പം കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്നത് റിയൽ ആയിട്ടുള്ള ഇമേജോ വിർച്വൽ ആയിട്ടുള്ള ഇമേജോ ആവാം. പിന്നെ മാഗ്നിഫൈഡോ ഡിമിനിഷ്ഡോ ആവാം. ഒന്നിലേക്ക് നല്ല വലുതാവാം, അല്ലെങ്കിൽ ചെറുതാവാം. പിന്നെ എപ്പോഴും മിക്കപ്പോഴും എന്താണ്, ജനറലി ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുക. എക്സെപ്റ്റ് വെൻ ഒബ്ജക്റ്റ് ഇസ് വെരി ക്ലോസ്. അടുപ്പിച്ച് വരുവാണെങ്കിൽ, നമുക്ക് അത്രയും ഒബ്ജക്റ്റ് അടുത്ത് വെക്കുവാണെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമുക്ക് ലാർജ് ആയിട്ടുള്ള, സോറി, നമുക്ക് നോൺ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് കിട്ടും. അല്ലാത്തപ്പോഴൊക്കെ ഇൻവേർട്ടഡ് ആയിട്ട് തല കുത്തനെയുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ കേസിൽ കിട്ടുന്നുണ്ടാവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഫോം ബൈ കോൺകേവ് ലെൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞാൽ എപ്പോഴും വിർച്വൽ ആയിരിക്കും, വിർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും കോൺകേവ് ലെൻസിന്റെ കേസിൽ എപ്പോഴും എറക്റ്റ് ആണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇനി സൈസ് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഈ ലെൻസും മിറേഴ്സിലും വരുന്ന ഇമേജ് വരുന്നത് മാറ്റമുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, മാറിപ്പോവരുത്. ഒരു ടേബിള് പോലെ എഴുതിയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അടുത്തത് കോൺവെക്സ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതാണ്. കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുള്ളൂ, എന്താണ്, ഒന്നില്ലെങ്കിൽ മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലേ ഉപയോഗിക്കും. കണ്ടിട്ടില്ലേ മാഗ്നിഫൈങ് ഗ്ലാസ്, പിന്നെ നമ്മുടെ ക്യാമറ, മൈക്രോസ്കോപ്പ്, സ്പെക്ടക്കിൾസ് ഫോർ ലോങ് സൈറ്റ്, ഇതിനൊക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യാം. അടുത്തത് നെയിം വൺ ഡിഫറൻസ് ബിറ്റ്വീൻ മിറേഴ്സ് ആൻഡ് ലെൻസ്. മിറേഴ്സും ലെൻസും തമ്മിലുള്ള ലൈറ്റ് ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് ലെൻസ് ആണെങ്കിൽ ലൈറ്റിനെ അതിലൂടെ കടത്തി വിടും അല്ലേ, മിറേഴ്സ് അങ്ങനെ കണക്ട് വിടും, അവര് റിഫ്ലക്ട് ചെയ്ത് കളയും അല്ലേ. പക്ഷെ ലെൻസസ് ആണെങ്കിൽ അതിലൂടെ ലൈറ്റിനെ പാസ് ചെയ്തു ഫുള്ളായിട്ട് കടത്തി വിടും. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിവ് ടു യൂസസ് ഓഫ് കോൺകേവ് ലെൻസ്. നമ്മൾ കോൺകേവ് ലെൻസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെക്ടക്കിൾസിലാണ്, പക്ഷെ അത് ഷോർട്ട് സൈറ്റുള്ള കേസിലാണ് കേട്ടോ, ഷോർട്ട് സൈറ്റ്. ഇനി ഡോർ വ്യൂവേഴ്സിലും നമ്മൾ യൂസ് ചെയ്യും. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് റേ ഫാൾ ഓൺ കോൺകേവ് മിറർ. കോൺകേവ് മിററിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കോൺകേവ് മിററിലാണെങ്കിൽ ലൈറ്റ് റേസ് കൺവെർജ് ചെയ്യും, അതായത് കൂട്ടിമുട്ടും. കോൺവെക്സ് മിററിലാണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഓക്കെ, ഇനി കോൺകേവ് ലെൻസിലാണെങ്കിൽ അത് ഡൈവേർജ് ആവും. കോൺവെക്സ് ലെൻസിലാണെങ്കിൽ അത് കൺവെർജ് ചെയ്യും. ലെൻസും മിററും മാറിപ്പോരുത്. വരച്ചോ എഴുതിയോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. അടുത്തത് വൈ ക്യാൻ എ കോൺവെക്സ് ലെൻസ് ബേൺ പേപ്പർ. എന്തുകൊണ്ടാണ് ഒരു കോൺവെക്സ് ലെൻസിന് പേപ്പർ ബേൺ ചെയ്യാൻ പറ്റുക? അത് ഞാൻ കുറച്ചു മുന്നേ നമ്മളിവിടെ കണ്ടില്ലേ. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈറ്റ് റേസ് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ കൺവേർജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ആവും അല്ലേ. അങ്ങനെ ഒരൊറ്റ പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യും സൺലൈറ്റ്. അങ്ങനെ ആവുമ്പോൾ എന്ത് പറ്റും, അത് അവിടെ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് കാരണം പേപ്പർ ബേൺ ആവുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കോൺകേവ് മിറർ ആണെങ്കിൽ എന്ത് സംഭവിക്കും, കൺവേർജ് ചെയ്യും, കൂട്ടിമുട്ടും. പക്ഷെ കോൺകേവ് ലെൻസ് ആണെങ്കിലോ ഡൈവേർജ് ആയിരിക്കും ചെയ്യുക. ലെൻസാല് കൺകേവ് ഡൈവേർജ് ചെയ്യും. ഇനി കോൺവെക്സ് മിററിലാണെങ്കിൽ അത് ഡൈവേർജിങ് മിറർ ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് കൺവേർജിങ് ലെൻസ് ആണ്. എഗെയിൻ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മിറേഴ്സിനും ബാധകമാണ്. ഓക്കെ,
നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ആൻഡ് വിർച്വൽ ഇമേജ്. കുറേ നേരമായാലും ഞാൻ വിർച്വലും റിയലും പറയണേ, എന്താന്ന് പറഞ്ഞില്ല, പിന്നെ പറയാന്ന് പറഞ്ഞിട്ടല്ലേ. ഞങ്ങൾക്ക് ഇവിടെ ഫിഗർ വെച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു പ്രൊജക്ടറൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ സ്കൂളിലെ? അതെങ്ങനെയാണ്? ഒരു ലൈറ്റ് റേസ് നമ്മളൊരു സ്ക്രീനിലോട്ട് കൊടുക്കുമല്ലേ. ഇപ്പം തിയേറ്ററിലൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ ഒരു ലൈറ്റ് റേ പ്രൊജക്ടറിൽ നിന്ന് നേരെ ആ സ്ക്രീനിൽ വന്ന് വീഴും. അപ്പം അപ്പോഴാണ് നമുക്ക് ഒരു സ്ക്രീനിൽ ആ ഇമേജ് കാണിക്കുന്നുണ്ട് അല്ലെ, കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്ക്രീനിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിയൽ ഇമേജ് ആണ്. നേരെ മറിച്ച് നമ്മളൊരു കണ്ണാടിയിൽ ഇങ്ങനെ ചിത്രം നോക്കുമ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം അത് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ. അങ്ങനെയുള്ളതിനെ നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് വിളിക്കും. ഇനി അങ്ങനെ റിയൽ ഇമേജ് ആണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. വിർച്വൽ ഇമേജ് എന്താണ്? കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളതല്ലേ കിട്ടണം, എറക്റ്റ് ഇമേജ് ആയിരിക്കും കിട്ടാം. ഇനി എക്സാമ്പിൾ, റിയൽ ഇമേജിന്റെ എക്സാമ്പിൾ ഫോംഡ് ബൈ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് ലെൻസ് ആണ്. ഇനി വിർച്വൽ ഇമേജിന് എക്സാമ്പിൾ പ്ലെയിൻ മിററും കോൺവെക്സ് മിററും ആണ് കേട്ടോ. എപ്പോഴും ഈ കോൺകേവ് മിററും കോൺവെക്സ് ലെൻസ് ഇവർ രണ്ടാളും എങ്ങനത്തെയാണ്? നമ്മൾ പറഞ്ഞു കൺവേർജിങ് ടൈപ്പ് ആണ്. ഇവർ രണ്ടാളുമാണ് റിയൽ ഇമേജ് നമുക്ക് തരുന്നത്. പ്ലെയിൻ മിറർ, നമ്മൾ സാധാരണ വീട്ടിലുള്ള പ്ലെയിൻ മിററും അല്ലെങ്കിൽ ഒരു കോൺവെക്സ് മിറർ ആണെങ്കിലും നമുക്കൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും തരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പ്ലെയിൻ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തിൻ്റെയൊക്കെയാണ്? സോറി, റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസിന്റെ ഒക്കെ ഇമേജ് റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളിത് നോക്ക് കേട്ടോ. ഉണ്ടോ? നമ്മൾ മിറർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ വര വര പോലെ ഇട്ട് വരയ്ക്കുന്നതാണ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പം എന്ത് പറ്റും? ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് നേരെ ഒരു പ്ലെയിൻ മിററിലാണെങ്കിൽ ഇങ്ങനെ തട്ടിയ അതേ പാത്തിൽ കൂടി തിരിച്ചു വരും. ഓക്കെ. ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുന്നു, തിരിച്ച് അതേ പാത്തിലോട്ട് റിഫ്ലക്റ്റഡ് റേ പോകുന്നതിന്റെ ആരോ കണ്ടോ? ഇങ്ങനെ പോകുന്നു. ഇനി ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ എന്ത് പറ്റും? ഓർക്ക, കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്ത് മിററാണ്? കൺവേർജിങ് മിറർ ആണ് അല്ലേ. അപ്പൊ നോക്കൂ, ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് ഒരു മിററിൽ തട്ടി നേരെ എന്ത് വന്നു? ഇവിടെ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ഈ റേ കണ്ടോ? ഇതും വന്ന് ഇങ്ങനെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം വന്ന് മീറ്റ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റ് ഫോക്കസിൽ വന്ന് മീറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അങ്ങനെ കൺവേർജ് ചെയ്യുന്നു. അപ്പൊ ഈ ഇമേജ് വേണം നമ്മൾ വരയ്ക്കാം. അടുത്തത് കോൺവെക്സ് മിറർ എന്ന് പറയുമ്പോഴോ, മിറർ വരയ്ക്കുമ്പോൾ നേരെ റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ഔട്ട്വേർഡ്സ് ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈവേർജ് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഡൈവേർജിങ് മിറർ ആണ്. ലൈറ്റ് റേസ് ഇങ്ങനെ വന്നു തട്ടിയാൽ പുറത്തേക്ക് ഡൈവേർജ് ആയി പോകും അല്ലേ. ഇങ്ങനെ ഡൈവേർജ് ആയി പോണത് കാണിക്കാം നിങ്ങൾ കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നമ്മൾക്ക് ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. കോൺകേവ് മിറർ കൺവേർജിങ് ആണ്, കോൺവെക്സ് മിറർ ഡൈവേർജിങ് ആണ്. ഇനിയിപ്പൊ ലെൻസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? ലെൻസ് വരയ്ക്കുമ്പോൾ നോക്കുക, കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ നടുക്ക് ഇങ്ങനെ സ്ലിം, കുടവയറൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മെലിഞ്ഞിരിക്കണം നടുക്ക് കേട്ടോ. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഈ രീതിയിൽ വരയ്ക്കാം. അങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യാം? കോൺകേവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണെങ്കിൽ അവര് ഡൈവേർജിങ് ആയിരിക്കും. അതാ ഇങ്ങനെ വന്ന് ലൈറ്റ് റേസ് വന്ന് തട്ടി അത് ഡൈവേർജ് ആയി പോകും അല്ലേ. ഇനി കോൺവെക്സ് ആണെങ്കിലോ അവര് കൺവേർജിങ് ആയിരിക്കും. അതായത് ഇങ്ങനെ വരുന്നു, പാസ് ചെയ്യുന്നു, നേരെ ഒരു പോയിന്റിൽ വന്ന് എല്ലാ റേസും മീറ്റ് ചെയ്യണം. കണ്ടോ, ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഓർക്കാം. നെക്സ്റ്റ് ഒരു അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ആണ് അസേർഷൻ. ഓക്കെ. കോൺവെക്സ് മിറേഴ്സ് വെഹിക്കിൾസിലാണോ നമ്മൾ യൂസ് ചെയ്യണേ? അതെ അല്ലേ. നമ്മൾ പറഞ്ഞു നമുക്കൊരു എറക്റ്റും ഡിമിനിഷ്ഡും വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത റീസൺ എന്താണ്? ദേ പ്രൊവൈഡ് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ. ഇത് രണ്ടും ശരിയല്ലേ? അസേർഷനും റീസണും ട്രൂ ആണ്. എന്ന് പറഞ്ഞ സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണല്ലേ. അപ്പം നമ്മുടെ ആൻസർ ബോത്ത് എന്നുള്ളതാണ് കേട്ടോ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിക്കാനുള്ളത്. ഇത് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. മനസ്സിലാക്കി ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ പറയുന്നില്ല ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. അത് നിങ്ങളോട് ചെയ്യണ കള്ളത്തരായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ഈ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. കാണാതെ പഠിക്കാനല്ല പറയണം, മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ചോദിച്ചാൽ പോലും ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി പഠിക്കണം, ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ ഇത്രയാണ് ഈ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളൊരു ചെറിയ ചാനലാണ്. ദയവ് ഇതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഏതെങ്കിലും ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും
പോർഷൻസ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.